ഹലോ ഫ്രണ്ട്സ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അഥവാ BFOയുടെ സ്പെഷ്യൽ ടോപ്പിക്സുമായി ബന്ധപ്പെട്ട ആദ്യ ക്ലാസ്സാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ഇന്ന് മുതൽ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഈ പരീക്ഷ എഴുതുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ടുണ്ടെന്ന് ക്ലാസ് കാണാൻ ശ്രമിക്കണം. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിലും ഇന്ന് മുതൽ നമ്മൾ ആരംഭിക്കാൻ പോവാണ് BFOയുടെ അഥവാ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സുകൾ ഇന്ന് മുതൽ ആരംഭിക്കാൻ പോവാണ്. ഇന്നാണ് ആദ്യ ക്ലാസ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. നമുക്കറിയാം, സിവിൽ പോലീസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ തുടങ്ങിയ പരീക്ഷകളുടെ സ്പെഷ്യൽ ടോപ്പിക്സിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായ സ്പെഷ്യൽ ടോപ്പിക്സാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൽ വരുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ സെക്ഷൻസും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. BFOയുടെ സ്പെഷ്യൽ ടോപ്പിക്സ് കംപ്ലീറ്റ്ലി തിയറി ബേസ് ചെയ്തുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകളുമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ നേച്ചറുമായിട്ടൊക്കെ, അതായത് വനങ്ങളുമായിട്ടൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ പഠിക്കാൻ നല്ല രസകരമായ ടോപ്പിക്സുകളാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പഠിച്ചു പോകാം. ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ക്ലാസ് 1 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോറസ്റ്റ് അല്ലേ. അപ്പോൾ നമ്മൾ വനം എന്താണ് എന്നുള്ളതൊന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. വനം എന്ന് പറഞ്ഞത് എന്താണ്? വൃക്ഷങ്ങളും സസ്യജാലങ്ങളും ചേർന്ന ആവാസ വ്യവസ്ഥയാണ് വനം എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ വനം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വനത്തിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. അതെന്താണ്? വൃക്ഷങ്ങളും സസ്യജാലങ്ങളും ചേർന്ന ആവാസ വ്യവസ്ഥയാണ് നമ്മൾ വനം എന്ന് വിളിക്കുന്നത്. അത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറയാൻ പറ്റും? മരങ്ങൾ, കുറ്റിച്ചെടികൾ, വിവിധതരം പായലുകൾ, ഔഷധ സസ്യങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മൂടപ്പെട്ട വിസ്തൃതമായ ഒരു പ്രദേശത്തെയാണ് വനം എന്ന് പറയുന്നത്. നമുക്കറിയാം, വനം എന്ന് പറഞ്ഞാൽ എന്താണ്? വൃക്ഷങ്ങളും സസ്യജാലങ്ങളും ചേർന്നൊരു ആവാസ വ്യവസ്ഥയാണ് നമ്മൾ വനം എന്ന് പറയുന്നത്. വൃക്ഷങ്ങളും സസ്യജാലങ്ങളും ഒക്കെ ചേർന്ന ഒരു ആവാസ വ്യവസ്ഥയാണ് നമ്മൾ വനം എന്ന് വിളിക്കുന്നത് കേട്ടോ. അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ മരങ്ങൾ വരും, അതിനകത്ത് കുറ്റിച്ചെടികൾ വരും, വിവിധതരം പായലുകൾ വരും, ഔഷധ സസ്യങ്ങൾ വരും, എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മൂടപ്പെട്ട ഒരു വിസ്തൃതമായ പ്രദേശത്തെയാണ് നമ്മൾ വനം എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വനത്തെക്കുറിച്ച്. നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് വനത്തെക്കുറിച്ച്. ഇനി നമ്മൾ ഈ വനത്തെക്കുറിച്ച് പറയുമ്പോൾ വനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. വനങ്ങളുടെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശുദ്ധമായ വായു നൽകുന്നു. നമുക്കറിയാം, വനം ഏറ്റവും, അതായത് വനങ്ങൾ ഏറ്റവും കൂടുതലുള്ളിടത്ത് നമുക്ക് എന്താണ്? ശുദ്ധമായ വായു നൽകുന്നു. നമുക്കറിയാം, വനങ്ങളുള്ളിടത്ത് സസ്യങ്ങളും നിരവധി ഔഷധ സസ്യങ്ങളും അതുപോലെ തന്നെ വൃക്ഷങ്ങളും കാര്യമൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അവിടെ എന്താണ്? ആ വനത്തോട് ചേർന്ന പ്രദേശങ്ങളെല്ലാം എന്താണ്? നല്ല ശുദ്ധവായു നമ്മളുടെ ടൗൺ ഏരിയ, അതായത് സിറ്റി പ്രദേശങ്ങളെക്കാട്ടിലും വനം കൂടുതലുള്ള പ്രദേശങ്ങളിൽ നല്ല ശുദ്ധവായു ലഭിക്കുന്നതാണ്. അപ്പോൾ വനങ്ങളുടെ പ്രാധാന്യം എന്താണ്? ശുദ്ധമായ വായു നൽകുന്നു. അതുപോലെ തന്നെ മണ്ണൊലിപ്പിൽ നിന്നും മണ്ണിടിച്ചിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ വനങ്ങളുടെ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണ്? ശുദ്ധമായ വായു നൽകുന്നു, അതുപോലെ തന്നെ മണ്ണൊലിപ്പിൽ നിന്നും മണ്ണിടിച്ചിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നു കേട്ടോ. മണ്ണൊലിപ്പിൽ നിന്നും മണ്ണിടിച്ചിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നു വനങ്ങൾ കേട്ടോ. അതുകൂടാതെ തന്നെ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ നീക്കം ചെയ്ത് കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നു. അതുപോലെ തന്നെ കൊടുങ്കാറ്റ്, വെള്ളപ്പൊക്കം എന്നിവ തടയുന്നു കേട്ടോ. അപ്പോൾ വനങ്ങളുടെ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണ്? ശുദ്ധമായ വായു നൽകുന്നു, മണ്ണൊലിപ്പിൽ നിന്നും മണ്ണിടിച്ചിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നു, അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ നീക്കം ചെയ്ത് കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നു. അതുപോലെ തന്നെ കൊടുങ്കാറ്റ്, വെള്ളപ്പൊക്കം എന്നിവ തടയാനും ഈ വനങ്ങൾ കൊണ്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയും ക്ലിയർ ആയാലും, വനങ്ങളുടെ പ്രാധാന്യം ക്ലിയർ ആയാലും, ഇതെല്ലാം നമുക്ക് അറിയാവുന്ന പോയിന്റുകൾ തന്നെയാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അടുത്ത നോക്കാം. വൃക്ഷങ്ങളിലും മറ്റ് ജൈവ വസ്തുക്കളിലും മണ്ണിലും വലിയ അളവിൽ കാർബൺ സൂക്ഷിച്ചു വെക്കുന്ന വഴി സ്വാഭാവിക വനങ്ങൾ ഗണ്യമായ കാർബൺ സിങ്കുകളായി പ്രവർത്തിക്കുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്തോണേ. വൃക്ഷങ്ങളിലും മറ്റ് ജൈവ വസ്തുക്കളിലും മണ്ണിലും വലിയ അളവിൽ കാർബൺ സൂക്ഷിച്ചു വയ്ക്കുന്ന വഴി സ്വാഭാവിക വനങ്ങൾ ഗണ്യമായ കാർബൺ സിങ്കുകളായി പ്രവർത്തിക്കുന്നു എന്നാണ് അടുത്തൊരു പോയിൻ്റായിട്ട് വരുന്നത്. ക്ലിയർ ആണേ? അപ്പോൾ നമുക്ക് അടുത്ത വേറെ പോയിന്റ് നോക്കാം. അനേകായിരം ഇനത്തിൽപ്പെട്ട സസ്യജന്തുജാലങ്ങൾ പരസ്പരാശ്രയത്തോടുകൂടി സഹവസിക്കുന്ന ഒരു ബൃഹത്തായ ഒരു ആവാസ മേഖല കൂടിയാണ് വനം. നമുക്കറിയാം, വനത്തെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അനേകായിരം ഇനത്തിൽപ്പെട്ട സസ്യജന്തുജാലങ്ങൾ പരസ്പര ആശ്രയത്തോടുകൂടി സഹവസിക്കുന്ന ഒരു ബൃഹത്തായ ഒരു ആവാസ മേഖല കൂടിയാണ് വനം എന്ന് പറയുന്നത്. നമുക്കറിയാം, പല സസ്യജന്തുജാലങ്ങളെല്ലാം വനത്തിൽ പരസ്പര ആശ്രയത്തോടു കൂടിയാണ് സഹവസിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്? അനേകായിരം ഇനത്തിൽപ്പെട്ട സസ്യജന്തുജാലങ്ങൾ പരസ്പരാശ്രയത്തോടെ സഹവസിക്കുന്ന ബൃഹത്തായ ഒരു ആവാസ മേഖല കൂടിയാണ് വനം എന്ന് പറയുന്നത്. ക്ലിയർ ആണേ?
അടുത്തത് ലോകത്തിലെ ഭൗമ ജൈവ വൈവിധ്യത്തിൻ്റെ 80% വാസസ്ഥലം ഒരുക്കുന്നത് വനങ്ങളാണ് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്തോണേ, പരീക്ഷയ്ക്ക് ചോദിക്കും. ലോകത്തിലെ ഭൗമ ജൈവ വൈവിധ്യത്തിൻ്റെ 80% വാസസ്ഥലം ഒരുക്കുന്നത് വനങ്ങളാണ് കേട്ടോ. അപ്പോൾ ലോകത്തിലെ ഭൗമ ജൈവ വൈവിധ്യത്തിൻ്റെ 80% വാസസ്ഥലം ഒരുക്കുന്നത് ആരാണ്? വനങ്ങളാണ് കേട്ടോ, വനങ്ങളാണ്. ക്ലിയർ ആണ്. അതുപോലെ തന്നെ ലോകത്തിലെ മൊത്തം വനവിസ്തീർണം എത്രയാണ്? 406 ബില്യൺ ഹെക്ടർ ആണ് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കും, പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴേ പഠിച്ചങ്ങ് പോവുക കേട്ടോ. അപ്പോൾ ലോകത്തിലെ മൊത്തം വനവിസ്തീർണം എത്രയാണ്? 406 ബില്യൺ ഹെക്ടർ കേട്ടോ. ലോകത്തിലെ മൊത്തം വനവിസ്തീർണം എത്രയാണ്? 406 ബില്യൺ ഹെക്ടർ. പ്രീവിയസ് ആണ്, പരീക്ഷയ്ക്ക് ഇനിയും ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം പഠിച്ചു നോക്കണം. ലോകത്തിലെ മൊത്തം, അതായത് ലോകത്തിലെ ടോട്ടലായിട്ടുള്ള വനവിസ്തീർണം എത്രയാണ്? 406 ബില്യൺ ഹെക്ടർ. ക്ലിയർ ആണേ. ഇനി നമുക്ക് നോക്കാം. ലോകത്തിൽ പകുതിയിലധികം വനങ്ങൾ സ്ഥിതി ചെയ്യുന്ന 5 രാജ്യങ്ങൾ. ലോകത്തിൻ്റെ പകുതിയിലധികം, നോട്ട് ചെയ്തോണേ, ലോകത്തിൻ്റെ പകുതിയിലധികം വനങ്ങളും സ്ഥിതി ചെയ്യുന്ന 5 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് പഠിക്കുന്നത്. റഷ്യൻ ഫെഡറേഷൻ, ബ്രസീൽ, കാനഡ, USA, ചൈന കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്യണം, ഇതെല്ലാം വലിയ രാജ്യങ്ങളാണ്. നോട്ട് ചെയ്തോണം, ഇപ്പോഴേ പഠിച്ചു പോണേ. അപ്പോൾ ലോകത്തിൻ്റെ പകുതിയിലധികം വനങ്ങളും സ്ഥിതി ചെയ്യുന്ന 5 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? റഷ്യൻ ഫെഡറേഷൻ, ബ്രസീൽ, കാനഡ, USA, ചൈന. റഷ്യൻ ഫെഡറേഷൻ, ബ്രസീൽ, കാനഡ, USA, ചൈന. ഇതെന്താണ്? ഈ 5 രാജ്യങ്ങളും ലോകത്തിൻ്റെ പകുതിയിലധികം വനങ്ങൾ സ്ഥിതി ചെയ്യുന്ന 5 രാജ്യങ്ങളാണ്. ഇവ 5 രാജ്യങ്ങൾ കേട്ടോ. ക്ലിയർ ആണേ. അടുത്തത് നമുക്ക് നോക്കാം. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. IUCN റെഡ് ലിസ്റ്റിൽ ഭീഷണി നേരിടുന്ന ഇനങ്ങളുടെ പട്ടികയിൽ 2019 വരെ ഉൾപ്പെട്ടിട്ടുള്ള വൃക്ഷ ഇനങ്ങൾ എത്രയാണെന്നാണ് ചോദിച്ചത്. 20,334 സ്പീഷ്യസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ കണക്കൊക്കെ ഒന്ന് പഠിച്ചു നോക്കണേ. IUCN റെഡ് ലിസ്റ്റിൽ ഭീഷണി നേരിടുന്ന ഇനങ്ങളുടെ പട്ടികയിൽ, IUCN റെഡ് ലിസ്റ്റിൽ ഭീഷണി നേരിടുന്ന ഇനങ്ങളുടെ പട്ടികയിൽ 2019 വരെ ഉൾപ്പെടുത്തിയിട്ടുള്ള വൃക്ഷ ഇനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 23,334 സ്പീഷ്യസ്. 23,334 സ്പീഷ്യസ് കേട്ടോ. 20,334 സ്പീഷ്യസ്. 20,334 സ്പീഷ്യസ് ആണ് IUCN റെഡ് ലിസ്റ്റിൽ ഭീഷണി നേരിടുന്ന ഇനങ്ങളുടെ പട്ടികയിൽ 2019 വരെ ഉൾപ്പെടുത്തിയിട്ടുള്ള വൃക്ഷ ഇനങ്ങൾ എത്രയാണ്? 20,334 സ്പീഷ്യസ്. ക്ലിയർ ആണ്. ഇതിൽ ആഗോളതലത്തിൽ ഗുരുതരമായി ഭീഷണി നേരിടുന്ന ഇനങ്ങൾ എത്രയാണെന്ന് അതുകൂടെ ഒന്ന് കണക്ക് അറിഞ്ഞിരിക്കണം. അതായത് ഈ 20,334 സ്പീഷ്യസിൽ അതിൽ ആഗോളതലത്തിൽ ഗുരുതരമായി, നോട്ട് ചെയ്തോണേ, ഗുരുതരമായി ഭീഷണി നേരിടുന്ന ഇനങ്ങൾ എത്രയാണ്? 856 സ്പീഷ്യസ്. 856 സ്പീഷ്യസ് ആണ് ഗുരുതരമായി ഭീഷണി നേരിടുന്ന ഇനങ്ങൾ കേട്ടോ, ആഗോളതലത്തിൽ. ക്ലിയർ ആണേ. നമുക്ക് നോക്കാം. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ വനങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർവചനം എന്താണെന്ന് നോക്കാം. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ വനങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർവചനം എന്താണെന്ന് നോക്കാം. 10% കൂടുതൽ വൃക്ഷങ്ങൾ നിറഞ്ഞതും 10% കൂടുതൽ വൃക്ഷങ്ങൾ നിറഞ്ഞതും 0.5 ഹെക്ടറിൽ കൂടുതൽ വിസ്തൃതിയുള്ളതും ആയ ഭൂപ്രദേശങ്ങൾ വനം എന്ന് പറയാം. വൃക്ഷങ്ങൾ കുറഞ്ഞത് 5 മീറ്റർ ഉയരത്തിൽ വളരണം. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്തോണേ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. നോട്ട് ചെയ്തോണേ, പഠിച്ചോണേ. അതെന്താണ്? ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ വനങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർവചനം എന്താണ്? 10% കൂടുതൽ വൃക്ഷങ്ങൾ നിറഞ്ഞതും 0.5 ഹെക്ടറിൽ കൂടുതൽ വിസ്തൃതിയുള്ളതുമായ ഭൂപ്രദേശങ്ങൾ വനം എന്ന് പറയാം. വൃക്ഷങ്ങൾ കുറഞ്ഞത് എത്ര മീറ്റർ ഉയരത്തിൽ വളരണം? വൃക്ഷങ്ങൾ കുറഞ്ഞത് 5 മീറ്റർ ഉയരത്തിൽ വളരണം എന്നാണ് പറയുന്നത്. ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഒന്നുകൂടെ പറയാം. ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ വനങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർവചനം എന്താണ്? 10% കൂടുതൽ വൃക്ഷങ്ങൾ നിറഞ്ഞതും 0.5 ഹെക്ടറിൽ കൂടുതൽ വിസ്തൃതിയുള്ളതുമായ ഭൂപ്രദേശങ്ങൾ വനം എന്ന് പറയാം. വൃക്ഷങ്ങൾ കുറഞ്ഞത് 5 മീറ്റർ ഉയരത്തിൽ വളരണം. ക്ലിയർ ആണേ. ഇതാണ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ വനങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർവചനമായിട്ട് വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്തോണേ. അടുത്ത് നമുക്ക് നോക്കാം. വനജൈവ വൈവിധ്യം, അതായത് ഫോറസ്റ്റ് ബയോഡൈവേഴ്സിറ്റി. വനജൈവ വൈവിധ്യം, ഫോറസ്റ്റ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം നമുക്ക്. വനപ്രദേശത്ത് കാണപ്പെടുന്ന എല്ലാ ജീവജാലങ്ങളെയും അവ നിർവഹിക്കുന്ന പാരിസ്ഥിതിക ധർമ്മങ്ങളെയും സൂചിപ്പിക്കുന്നതാണ് വന ജൈവ വൈവിധ്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വനജൈവ വൈവിധ്യം അഥവാ ഫോറസ്റ്റ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വനപ്രദേശത്ത് കാണപ്പെടുന്ന എല്ലാ ജീവജാലങ്ങളെയും അവ നിർവഹിക്കുന്ന പാരിസ്ഥിതിക ധർമ്മങ്ങളെയും സൂചിപ്പിക്കുന്നതാണ് വനജൈവ വൈവിധ്യം എന്ന് പറയുന്നത് കേട്ടോ. അത് നോട്ട് ചെയ്ത് പഠിച്ചോണേ.
പറയുന്നത് കേട്ടോ. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളൊരു പോയിൻ്റാണ്. ഐക്യരാഷ്ട്രസഭ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനത്തിനുള്ള എക്കോ റീസ്റ്റോറേഷൻ ദശകമായി ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് 2021 മുതൽ 2030 വരെ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും, നോട്ട് ഇപ്പോഴേ പഠിച്ചു പോകണേ. ഐക്യരാഷ്ട്രസഭ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനത്തിനുള്ള ദശകമായി, ഐക്യരാഷ്ട്രസഭയുടെ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനത്തിനുള്ള ദശകമായി ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന വർഷങ്ങൾ ഏതൊക്കെയാണ്? ദശകം ഏതാണ്? 2021 മുതൽ 2030 വരെ. 2021 മുതൽ 2030 വരെയാണ് ഐക്യരാഷ്ട്രസഭ ആവാസ പുനഃസ്ഥാപനത്തിനുള്ള എക്കോ റീസ്റ്റോറേഷൻ ദശകമായി ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ക്ലിയർ ആണ്? 2021 മുതൽ 2030 വരെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു ക്ലാസ് ആയിരുന്നു, നമ്മളൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. വരും ദിവസങ്ങളിൽ നമ്മൾ അടുത്ത ക്ലാസ് നമ്മൾ ഓൾറെഡി ഇടുന്നതാണ് സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി നമ്മൾ അടുത്ത ക്ലാസ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം BFO പരീക്ഷ എഴുതുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വെക്കണം, ബെല്ലൈക്കൺ അമർത്തി തന്നെ വെക്കണം. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഉടനെ തന്നെ നമ്മുടെ അടുത്ത ഒരു സെക്കൻഡ് ക്ലാസ് ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഓൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, അഭിപ്രായങ്ങൾ എന്തായാലും രേഖപ്പെടുത്തണം, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുകൂടാതെ തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാനൂടെ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക, ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് റെക്കമെൻഡേഷൻ ചെല്ലുന്നതാണ്. അപ്പോൾ പുതിയൊരു BFOയുടെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു.